ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ പണികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ഇന്ന് ക്ലീനിങ് വാരമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് വൃത്തിയാക്കി നമ്മുടെ ചെത്തിയിൽ പൂവിട്ടേക്കണം കണ്ടോ ഗൈസ്. ചെത്തിയിൽ നല്ല സൂപ്പർ പൂവായി. പിന്നെ 2 റോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ മാറ്റി നട്ടിട്ടില്ല, തൽക്കാലം ഇങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. അപ്പം അത് വേറെ ചട്ടിയിലോട്ട് മാറ്റി നടാനുണ്ട്. നമ്മുടെ ഉണ്ണിയുടെ അക്വേറിയം കേട്ടോ. നമുക്കിവിടെ ചവറ് കത്തിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ചെറിയ സ്പേസിലിട്ട് കത്തിക്കുമ്പോൾ അവിടെയുള്ള ചെടികൾ ഇത് ഇങ്ങനെ മാറ്റി വെക്കലാണ് കേട്ടോ പതിവ്. കണ്ട അപ്പം നമ്മുടെ ചെടികളൊക്കെ ഇത് നല്ല ഉഷാറായിട്ട് എല്ലാം ഇത് വളർന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ച് പണികളുണ്ട് മുറ്റത്ത്. കുറേ കച്ചറകളൊക്കെ ക്ലീൻ ചെയ്ത് പ്ലാസ്റ്റിക്കുകളൊക്കെ മാറ്റി സെപ്പറേറ്റ് ചെയ്യൽ. അപ്പം എൻ്റെ പണികളിത് പാതി വഴിയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കിടക്കണം. ചൂലും കുപ്പിയും പാട്ടയും എടുക്കുന്ന സഞ്ചിയൊക്കെ അത് അവിടെ കിടക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ കുറേ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് കുപ്പികളും പിന്നെ കുറേ നമ്മുടെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് 2 ആയിട്ട് മാറ്റി വെക്കുവാണ്. കോഴിക്കോടത്തെ ചീര എടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ മുളച്ച് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കുറച്ച് പുൽച്ചെടി ഞങ്ങൾ മാറ്റിയിട്ട് ഇവിടെ നിന്ന് പുല്ലുവളത്തിൽ കുറച്ച് ചെടി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ അതേ നമ്മുടെ മുളക് തൈ ചീര പിന്നെ ഇതിനകത്തും കൂടെ നട്ടിട്ടുണ്ട്. തുളസി കിട്ടിയിട്ടോ. അയ്യോ അതേ നമ്മുടെ തുളസി ഇതിനകത്ത് നമ്മുടെ കുഞ്ഞി തുളസി ഉണ്ടാകുന്ന എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. പൊളിഞ്ഞ് പൊട്ടിപ്പോയി തോന്നുന്നു, കണ്ടില്ലേ. ഇവിടെ പട്ടിയുടെ ശല്യം നല്ലോണം ഉണ്ട് കേട്ടോ. അതെ നമ്മുടെ ശംഖുപുഷ്പം. അപ്പം നമ്മൾ ജോലിക്ക് പോണ സമയത്തേ അച്ഛൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് സ്പേസ് ഉള്ളതുണ്ടല്ലേ, ഇവിടെ വന്നിട്ട് പുറത്തുള്ള 2-3 പട്ടികൾ ഇവിടെ മാന്തി കിടക്കല പണി. അപ്പം നമ്മുടെ ചെടികൾ നശിപ്പിക്കുന്നതാണ്. ഇവിടെയൊക്കെ ഇന്നലെ മൊത്തം മാന്തി നശിപ്പിച്ചിട്ടേക്കണം ഇരുന്നിട്ട് ഗൈസ്. ഇത് കണ്ടില്ല, ഇവിടെ ശംഖുപുഷ്പം ഇവിടെയൊക്കെ നല്ലോണം വൈറ്റ് ശംഖുപുഷ്പം ഇവിടെയൊക്കെ നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാന്തിപ്പൊളിച്ച് എല്ലാം കളഞ്ഞിട്ടാ. ഇത് നമ്മുടെ വെണ്ടയ്ക്ക തൈ, അന്ന് ഞാൻ വീഡിയോയിലിട്ട കുഞ്ഞ് വെണ്ടക്ക തൈയൊക്കെ വളർന്ന് ഇത്രയായിട്ടാണ്. പിന്നെ നമ്മുടെ മുളക് തൈ കുറച്ചധികം ഉണ്ട്. തക്കാളി തൈയും വെണ്ടക്ക തൈയൊക്കെ ഇതേ നന്നായിട്ട് വളർന്നിട്ടുണ്ട് കണ്ടോ. പട്ടിശല്യമാണ് ഇപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടാണ്. പിന്നെ ഈ ഒരു ചെടി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എന്ത് ചെടിയാണെന്നുള്ളത്. ഈ ഒരു ചെടി എന്ത് ചെടിയാണെന്നറിയില്ല, തന്നെ മുളച്ചൊന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളർന്ന് ഞങ്ങളിതാ കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ കയറിട്ടി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. അമ്മ പറഞ്ഞെന്തോ പയറാണെന്നൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല എന്ത് സംഭവമാണെന്നുള്ളത്. അപ്പോൾ കായ ആവണമെങ്കിൽ ആവട്ടെ വിചാരിച്ചിട്ട് കെട്ടിക്കൊടുത്താണ്. ഒരു ചെടിയെ നമുക്ക് ജീവൻ കൊടുത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അത് വളരട്ടെ എന്ന് വെച്ചാൽ അത് അങ്ങനെ കെട്ടിക്കൊടുത്ത്. പിന്നെ നമ്മുടെ ഹാങ്ങിങ് ചേട്ടന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതാ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെടിയിൽ നിന്ന് എടുത്തിട്ട് ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടിയിൽ. അതിന് അടുത്തൊരു മുളകും തൈ ഇരിക്കണ്ട കേട്ടോ. വെറുതെ ഒരു കൗതുകത്തിന് നട്ടു വെച്ചേക്കണം മുളകും തൈ കണ്ട. പിന്നെ ഇതാ നമ്മുടെ ശംഖുപുഷ്പം കണ്ട. ശംഖുപുഷ്പം തൈ വളർന്ന് പന്തലിട്ടതായി ഇങ്ങനെ കേട്ടാ. ഇത് കായ് വന്നിട്ടില്ല കേട്ടോ. നമുക്ക് വിത്ത് വാങ്ങാനുള്ള കായ്ക്കളത് വന്നിട്ടുണ്ട്. നമ്മുടെ ഗാർഡൻ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഒരു ഭംഗിയൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. കുറേ ചെടികളുണ്ട്. ചെടികൾ ഇങ്ങനെയുള്ള സ്പേസിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് സ്പേസ് ഇല്ലല്ലോ. പനിക്കൂർക്ക് ഉണ്ട് നല്ല അടിപൊളിയായിട്ടോ. നല്ല കൊണ്ടുവന്നപ്പോൾ കുഞ്ഞു തൈ വളരാതെ ഇങ്ങനെ ശോഷിക്കുന്ന സാധനമുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് പ്രോട്ടീൻ മിക്സും വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ല പുഷ്ടിപ്പെട്ട് ഇത്രയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചവറ് കത്തിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് അകത്തെ പണികളിലേക്ക് പോകാനായിട്ട്. കണ്ടോ നമ്മുടെ ചെടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഇപ്പോൾ പാമ്പിൻ്റെ ശല്യം എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഞായറാഴ്ച ദിവസമൊക്കെ ഇടക്കിടക്ക് സ്ഥലമില്ല നമുക്ക്, എന്നാലും പറയാൻ പറ്റില്ല, ചെറിയ സ്പേസ് മതി പാമ്പിന് നിൽക്കാൻ. അപ്പോൾ ഇവിടെ ചെടികളൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി ചട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചൊക്കെ ഇങ്ങനെ വെച്ച് റെഡിയാക്കി കൊടുക്കലാണ് കേട്ടോ എൻ്റെ പരിപാടി. ഇത് നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗമെന്ന് പറയാം. ഈ നമ്മുടെ വീടിനും ഈ ഒരു മതിലിനും തമ്മിൽ ചെറിയ കുറച്ച് സ്പേസ് ഉള്ള കേട്ടോ നമുക്ക് കേട്ടോ. കാണിച്ചത് ഇത്രയും സ്പേസ് ഉള്ളു. അപ്പുറത്തെ വീടാണ്. അപ്പം ഞാനിവിടെ കുറച്ച് ചീര നട്ടിട്ടുണ്ടായിരുന്നു. ചീര ഇവിടെ ഞാൻ കുറച്ച് നട്ടതൊക്കെ പിടിച്ചത് വലുതായി അങ്ങനെ തന്നെ വാടി കരിഞ്ഞു പോയിട്ട്. പിന്നെ അവിടെ കാട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ട്, കാരണം പാമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടേ. ഇവിടെ പാമ്പിനെ കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. വൃത്തിയാക്കാൻ ഓർത്ത് നമ്മുടെ എല്ലാ സംഭവങ്ങളും എടുത്തു കളഞ്ഞു. ആ ബോക്സിൽ ഇരിക്കണത് എൻ്റെ ജൈവവളം ഉണ്ട്, അതെടുത്തിന് വെയിലത്ത് ഉണക്കാനിടണം. അപ്പോൾ അതേ നിങ്ങൾ ഉണ്ണിയുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട് കണ്ട. അപ്പം ഞാൻ ഓർത്ത് ഇവിടെയും കൂടി ഒന്ന് ക്ലീൻ ആക്കി ഇടാന്ന്. അപ്പം നമുക്കിന്ന് സേവനമാരം ഉണ്ടാ. ഇതിപ്പോൾ ചീരയൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. അവിടെ പാമ്പിൻ്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്
നമുക്ക് ഈ സൈഡിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളതുകൊണ്ട് അങ്ങനെ എപ്പോഴും പെരുമാറാനും നമ്മളിവിടെ അങ്ങനെ അധികം ഇറങ്ങാറൊന്നുമില്ല. കാരണം സ്പേസ് ഇല്ല കേട്ടോ. അപ്പുറത്ത് വേറെ വീടാണ്, അപ്പോൾ ഇറങ്ങാനുള്ളൊരു സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പുല്ലൊക്കെ മുളച്ചെടുക്കണത് ഇങ്ങനെ എടുത്തെടുത്ത് കളയോളൂ. അപ്പോൾ ഞങ്ങളിതാ പണിയെടുത്ത് ക്ഷീണിച്ചിട്ട ഗൈസ്. ഉണ്ണിയാണ് എൻ്റെ ക്യാമറമാൻ. ഞങ്ങളിവിടെ ഇത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇനി ഈ ചവറൊക്കെ കത്തിക്കണം. ഇതിൻ്റെ വളത്തിൻ്റെ ബോക്സ് എടുത്ത് നമുക്ക് ഉണക്കാൻ കൊണ്ടുപോയി വെക്കണം. ചവറൊക്കെ ഇതാ കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കെല്ലാം കത്തിച്ചിട്ട് ക്ലീൻ ആക്കട്ടെ. അപ്പോൾ നമുക്കിനി ചവറുകൾ കുറച്ചെടുത്തതൊക്കെ കൊണ്ടേ തീയിട്ടിട്ട് വരാം കേട്ടോ. ഇതാണ്ട ഈ കുഞ്ഞിൻ്റെ ആദ്യം ഇത് നടന്നു പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാണിച്ചു തരാം, കാണാൻ പറ്റുന്നില്ലെങ്കിൽ. നമ്മുടെ വഴി ഫ്രണ്ടിലേക്ക് പോകാനുള്ള വഴി, ഫ്രണ്ടിലേക്ക് പോകാൻ മീൻസ് നമുക്ക് ഗ്യാപ്പ് ഇത്ര ഉള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കി ക്ലീനാക്കി ഇനി നമുക്ക് ആ ചവറുകൾ കൊണ്ടുപോയി കത്തിക്കണം. ഓണാക്കിയിട്ട് അങ്ങനെ നമ്മുടെ ചവറ് കത്തിക്കൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം വേർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി ചെടിയൊന്നും നനച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നനക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് ഫുള്ള് ലേറ്റ് ആയിട്ടുണ്ട് പരിപാടികൾ. ഇങ്ങനെ കുറേ എക്സ്ട്രാ പണികളുള്ളതുകൊണ്ട് തന്നെ കുളിക്കലും കാര്യങ്ങളൊക്കെ ലേറ്റ് ആവും. നമ്മുടെ ബാക്ക് വശം അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഗൈസ്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള നമ്മുടെ സൈഡ് വശം, അതായത് കാണിച്ചു തരാം. ഇനി ഒരു പീസ് തുണി കിടക്കുന്നത് കത്തിക്കാനുള്ളതാണ് കേട്ടോ. അത് നനവ് വെള്ളം കൊണ്ട് കത്തൂല. കണ്ട ബാക്കി എല്ലാ വേസ്റ്റും ഞാനിത് അടിച്ചെടുത്തു കംപ്ലീറ്റ് ക്ലീൻ ആക്കി കേട്ടോ. ഇനി ഉള്ളത് ഈ ഒരു ബോക്സാണ്. ചാക്കിൽ കുറച്ച് മണ്ണാണ്, അതെടുത്ത് ഇവിടെ തന്നെ നമുക്ക് ഇടാം. പിന്നെ ഉള്ളത് ഈ ബോക്സാണ്. ഈ ബോക്സിൽ എൻ്റെ ജൈവവളം നിറച്ച് വെച്ചിട്ടാണ്. അത് ഒരാളുടെ ഹെൽപ്പും കൂടി വേണം. പിടിച്ചപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഉണക്കിയെടുക്കണം. ബാക്കി ഞാൻ കാണിച്ചു തരാം. കണ്ടോളൂ. നമ്മളിവിടെയൊക്കെ എല്ലാം ക്ലീനാക്കി കഴിഞ്ഞ് പിന്നെ ഇപ്പം നമ്മുടെ അടുക്കള ഡോറാണ്. ഡോറ് തുറന്നുമ്പോൾ ഒരു ചെറിയ സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നുള്ള ഒരു സ്ഥലം ഉണ്ടായി ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടത്. ഇവിടെ മൊത്തം ചീര കൊണ്ട് കാട് പിടിച്ചിടങ്ങായിരുന്നു കേട്ടോ. പിന്നെ നടന്നു കഴിയുമ്പോൾ നമുക്കിതാ ഇങ്ങനെ പോയി ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് എത്താം. കണ്ടോ? നമുക്ക് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ? വൃത്തിയായി കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. ഇതിലേക്ക് ഞാനും കമ്മിറ്റി പോകാൻ ചാൻസ് കുറവാണ്. കുഞ്ഞി ക്യാമ്പാണ് കേട്ടോ. നമ്മുടെ വീടിന് ചുറ്റിനും കുറേ ഏക്കറക്കിന് സ്ഥലമൊന്നുമില്ല, ചെറിയ ചെറിയ പ്ലേസുകൾ. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് വൃത്തിയും ക്ലീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇനി ഞാൻ പോയി കുളിച്ച് സെറ്റ് ആവട്ടെ കേട്ടോ. ഇതിൽ ഇങ്ങനെ നടക്കുന്നത് സ്ഥലമില്ല. നിങ്ങൾ കണ്ടോ? കുഞ്ഞി ഗ്യാപ്പിക്ക് ഞാൻ കത്തിച്ചാണ് കേട്ടോ വന്നത്. അപ്പോൾ രണ്ട് വശത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പറമ്പ് ടൂർ എന്നൊക്കെ പറയാം. പറമ്പ് ക്ലീനിങ് ടൂറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ബാക്ക് ക്യാമറ ഈ വഴിയിൽ നിന്നാണ് നമ്മൾ വന്നത് കേട്ടോ. വന്നു. നമ്മുടെ പൈപ്പ് ഇവിടെയാണ്. ഇവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ. ചേട്ടൻ്റെ വണ്ടിയിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല, കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് എൻ്റെ വണ്ടിയും കൂടെ ആക്കാൻ പോയേക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ഉണ്ണിയോടൊപ്പം നമ്മുടെ ക്ലീൻ ചെയ്ത സ്ഥലങ്ങൾ ഇതാ കാണാം. അതിനൊപ്പം നമ്മുടെ ജൈവവളം നോക്കിയാൽ നോക്കാം. നമ്മുടെ ജൈവവളം കുറേ നാളായിട്ട് ഇവിടെ തുറന്ന് ഞാൻ നോക്കാത്തതുകൊണ്ട് സെറ്റായിട്ടില്ല കേട്ടോ. ചവറൊന്നും നമ്മുടെ അഴുത്ത് അടിപൊളിയായിട്ടില്ല. എന്നാലും ബാക്കിൽ നിന്നൊക്കെ താഴെയുള്ളതൊക്കെ ഒരുവിധം ഓക്കെ. അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ളതൊക്കെ ഒന്ന് പൊടിയാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളത്തിലോട്ട് കാണിച്ചു നോക്കി കേട്ടോ. ഇതിൽ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ട്, വേസ്റ്റുകൾ. അപ്പോൾ ഇതെല്ലാം ഞാൻ അഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ചെടിക്കള മണമായിട്ട് കിട്ടും. തൽക്കാലം ഇവിടെ നമുക്ക് മൂടി വെക്കാം അല്ലേ. ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ളത് നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റും പിന്നെ ചവറുകളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ജൈവവളം ആകുമ്പോൾ നമ്മുടെ ചെടികൾക്ക് അത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമുക്ക് പിന്നെ കുളിച്ച് സെറ്റായിട്ട് ചായ ഒക്കെ കുടിക്കാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, സീ യു.